അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തു പറ്റിയതാ? അറിയില്ല. അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുഴഞ്ഞു വീണതാ. ഡോക്ടർ, അമ്മ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ എന്താ ഡോക്ടർ? പേഷ്യന്റ് കോമയിലാ. അവർക്ക് കേൾക്കാനും കാണാനും രുചിക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഒന്നിനും പ്രതികരിക്കാൻ പറ്റില്ല. ഇതിന് ചികിത്സയൊന്നുമില്ല ഡോക്ടർ? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. എന്താടാ ഇത്? അമ്മയെ നമുക്ക് ജീവനോടെ കിട്ടിയില്ലേ? ദൈവം നമ്മളെ കൈവിടില്ല. അധികം വൈകാതെ പൂർണ്ണ ആരോഗ്യവതിയായി അമ്മ തിരിച്ചു വരും. നീ നോക്കിക്കോ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്തുകൊണ്ടാ ഭാനുമതി അമ്മ ഇത്ര പെട്ടെന്ന് കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് മനസ്സിലായോ ഡോക്ടർ? ഇല്ല, ചെറുതായി BP ഷുഗറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് കോമയിലാകാൻ മാത്രം ഒരു കുഴപ്പവും ഭാനുമതിയമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് പ്രായമായവരുടെ കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത് നമ്മൾ കാണാറുള്ളതല്ലേ. എന്തായാലും പ്രീതി പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഭാനുമതിയമ്മയെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. എന്താ ഗിരിയേട്ടാ, ഞാനൊരു നേഴ്സല്ലേ. ജീവൻ രക്ഷിക്കുന്നത് എന്റെ കടമയാ. ഭാനുമതി അമ്മ എനിക്ക് വേണ്ടി കുറച്ചൊന്നും അല്ലല്ലോ ചെയ്തിട്ടുള്ളത്. എന്റെ സ്വന്തം കുടുംബക്കാരെന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടപ്പോ എനിക്ക് അഭയം തന്നവരാ നിങ്ങൾ. ആ അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഗിരി, ഇനി അങ്ങോട്ട് ഭാനുമതിയമ്മയുടെ ആരോഗ്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നടത്തണം. ചെറിയ വേരിയേഷൻസ് പോലും നോട്ട് ചെയ്ത് അറിയിക്കണം. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റും. ഭാനുമതിയമ്മയ്ക്ക് അത് സാധിക്കില്ലെന്ന് മറക്കരുത്. അതുകൊണ്ട് എപ്പോഴും അവരുടെ കാര്യത്തില് ഒരു ശ്രദ്ധ വേണം. മഞ്ജു ഇല്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഡോക്ടർ. ഞാൻ ജോലിക്ക് പോകുമ്പോ അമ്മയെ നോക്കാൻ ആരെങ്കിലും കിട്ടുമോ ഡോക്ടർ? അതെന്തിനാ ഗിരിയേട്ടാ? ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു നഴ്സിനെ എന്തിനാ ജോലിക്ക് വെക്കുന്നേ? എനിക്കാണെങ്കി അമ്മയെ കൂടുതൽ നന്നായി അറിയുകയും ചെയ്യാം. അമ്മ ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തക്കാരെങ്കിലും അമ്മയെ നോക്കുന്നതാ നല്ലത്. ഹോം നഴ്സുമാര് കുറെ കാശ് വാങ്ങുന്നല്ലാതെ നിങ്ങൾ നോക്കുന്ന പോലെ ആവില്ല. എന്താ ഗിരിയേട്ടാ, അമ്മ എന്നെ ഏൽപ്പിക്കാൻ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. നിനക്ക് അടുത്ത ആഴ്ച കാനഡയിലേക്ക് പോണ്ടേ? ഭാനുമതി അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെ കാനഡയിലേക്ക് പോവാ? അമ്മയെ ശുശ്രൂഷിക്കേണ്ടത് എന്റെ കടമയാ. ഗിരി, ഒന്ന് വരൂ. അമ്മയുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ ഡോക്ടർ. ഭാനുമതി അമ്മ കോമയിലായത് വല്ലാത്തൊരു സമയത്തായി പോയി അല്ലേ? ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പ്രീതി കാനഡയിലേക്ക് കെട്ടിയെടുത്തേനെ. എല്ലാം കുറച്ചു കൂടുതൽ യാദൃശ്യമായിട്ടാ തോന്നുന്നത്. യാദൃശ്ചികമൊന്നുമല്ല. മഞ്ജു നാട് വിട്ടു പോയത് അമ്മയെ മാനസികമായി വല്ലാതെ ബാധിച്ചിരുന്നു. പേരക്കുട്ടിയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നു. ചിലപ്പോ കുറെ വിഷമിച്ചതിന്റെ സമ്മർദ്ദം കാരണം രോഗാവസ്ഥ മൂർച്ഛിച്ചതായിരിക്കും. തൽക്കാലം അങ്ങനെ വിശ്വസിക്കാനല്ലേ പറ്റൂ. പക്ഷേ നാളെ കാനഡയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നീ തന്നെയാ ഭാനുമതി അമ്മയെ ഈ അവസ്ഥയിലാക്കിയതെന്ന് പറഞ്ഞാലും ഞാൻ ഞെട്ടില്ല. കാരണം നീ അത്രയ്ക്കും ദുഷ്ടത്തരം ചെയ്യാൻ മടിക്കില്ല. എങ്ങനെയും ഗിരിയേട്ടോണ്ട് അടുക്കല്ല നിന്റെ ലക്ഷ്യം. അത് ഞങ്ങളുള്ളപ്പോ നടക്കുമെന്ന് നീ കരുതണ്ട.
എന്താ മോളെ, നിന്റെ ചേച്ചി നാട് വിട്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഉള്ളതാണോ? ഉള്ളതാണേ. സംഗതി ഗിരിയേട്ടനും പ്രീതിയുമായിട്ട് ഒരു അന്തർധാര സജീവമായതുകൊണ്ട് നാട്ടുകാർ പറയുന്നത്. ആഹാ, അപ്പൊ അവിഹിതമാണല്ലേ കാരണം? ചിലര് പറയുന്നത് അങ്ങനെയല്ല. സംഗതി അവിഹിതം തന്നെ, പക്ഷേ തെറ്റ് ചെയ്തത് മഞ്ജു ആണെന്നാ. ഓ, അതെ, മഞ്ജുവിന്റെ കൊച്ച് ഗിരിയുടെ അല്ലെന്ന്. അയ്യോ, ഇത് ഗിരിയേട്ടൻ മനസ്സിലാക്കി DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞപ്പോ നാണക്കേട് പേടിച്ച് മുങ്ങിക്കളഞ്ഞതാ. ആ എടി മഹിമേ, ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കില്ലാന്ന് കരുതിയോടാ. മഹിമ എന്നും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ടുള്ളതാ. ഇനി മേല എന്റെ ചേച്ചിയെ കുറിച്ച് നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ? നീ എന്തോ ചെയ്യും? ബിബി, എണീക്കണം. നാട്ടുകാർ പറയുന്ന കഥകൾ തന്നെയാ ഇവര് ആവർത്തിക്കുന്നത്. അതിനെന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഏയ്, ഇവന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയാണോ നീ ഇവന്മാരുടെ മെക്കെട്ട് കയറുന്നത്? അത് നിർത്തിക്കോ. ഇവരെന്റെ പിള്ളേരാ. ഇവരെ തൊട്ടാ നീ എന്നോട് ഉത്തരം പറയേണ്ടി വരും. അതിന് താനാരാ? ഈ വൃത്തികെട്ടവന്മാരുടെ നേതാവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? ഡീ, ഭർത്താവ് മൈസൂരായിട്ടാണെന്നുള്ള അഹങ്കാരേ എന്നോട് കാണിക്കല്ലേ. ഞാൻ വിചാരിച്ചാലേ നാളെ ആ കസേരയിലവൻ കാണൂല. എന്നാ താനൊന്ന് വിചാരിക്ക്. ഞാൻ ഇവിടെ മൈസൂരായിട്ടായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഒരു മനസ്സമാധാനം തരാൻ പോകുന്നില്ല. തന്റെ എല്ലാ സ്ഥാപനങ്ങളിലും നിരന്തരമായി റെയ്ഡുകളും ഇൻസ്പെക്ഷനും ഒക്കെ നടക്കും. തനിക്കെതിരായിട്ടുള്ള കേസുകളെല്ലാം പെട്ടെന്ന് വിളിക്കാനുള്ള നടപടികളും ഞാൻ എടുത്തിട്ടുണ്ട്. എടോ, താനിന് മനസ്സമാധാനത്തോടെ ഉറങ്ങില്ല. എന്നെ ഇത്രയും ധൈര്യത്തോടെ വെല്ലുവിളിക്കല്ലേ സാറേ. കാശിന്റെ ശക്തിയെക്കുറിച്ച് സാറിന് അറിയില്ല. തനിക്ക് കാശിന്റെയും കയ്യൂക്കിന്റെയും ശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ അടുത്തും ഇത് രണ്ടും ഉള്ള ഒരാളുണ്ട്.